ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. കഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശുനായകൻ കൂട്ടാളിയാണ്. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിന്റെ പുസ്തകം 16-ാം അധ്യായം 17-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം. എൻ്റെ പ്രാർത്ഥന നിർമ്മലമത്രേ എന്ന പദമാണ്. ഇയ്യോബ് ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വരികയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആഴമായ പ്രാർത്ഥനകൾ ഈ പുസ്തകത്തിനുള്ളിൽ രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. പഴയ പുതിയ നിയമത്തിലെ അനവധി ഭക്തന്മാരായ ആളുകൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ആഴമായ പ്രാർത്ഥനകൾ രേഖപ്പെടുത്തപ്പെടുന്നുമുണ്ട്. ഇവിടെ ഭക്തൻ പറയുകയാണ്, കണ്ണുനീരിൻ്റെ അനുഭവങ്ങൾ മാത്രമാണ് എനിക്കുള്ളത്, വേദനകളുടെ അനുഭവങ്ങൾ മാത്രമാണ് എനിക്കുള്ളത്. പക്ഷെ 2 കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കും. ഒന്ന്, സാഹസം എൻ്റെ കൈകളിൽ ഇല്ല. 2, എൻ്റെ പ്രാർത്ഥന നിർമ്മലമായ പ്രാർത്ഥനയായിരിക്കും എന്ന് പറയുന്നതായ പദമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ 9 മുതൽ താഴേക്കുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പരീശന്റെയും ചുങ്കക്കാരൻ്റെയും പ്രാർത്ഥന കാണുകയാണ്. പരീശന്റെ പ്രാർത്ഥനയ്ക്കകത്ത്, ഞാൻ ആഴമായി പ്രാർത്ഥിക്കുന്നവനാണ്, ഞാൻ ഉപവസിക്കുന്നവനാണ്, ഞാൻ പതാരം കൊടുക്കുന്നവനാണ്, എന്നോട് കൂടെ നിൽക്കുന്ന പലരെയും പോലെ ഞാൻ അല്ല എന്നൊക്കെ പറഞ്ഞ് സാഹസം നിറഞ്ഞ പ്രാർത്ഥന, നിർമ്മലതയില്ലാത്ത പ്രാർത്ഥന, കേട്ടു നിൽക്കുന്നവരെ വളരെ നൊമ്പരപ്പെടുത്തുന്ന തലത്തിലുള്ള പ്രാർത്ഥന കഴിക്കുമ്പോൾ ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന വളരെ വ്യത്യസ്തമായിരുന്നു. ചുങ്കക്കാരനോ ദൂരത്തു നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ചു, ദൈവമേ, പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു. ഞാനൊരു പാപിയായ മനുഷ്യനാണ്, എൻ്റെ തെറ്റുകൾ, എൻ്റെ കുറ്റങ്ങൾ, എൻ്റെ നിലവിളികൾ എന്നോട് ക്ഷമിക്കണമേ എന്നുള്ള പ്രാർത്ഥന. പരീശന്റെ പ്രാർത്ഥന കഴിഞ്ഞു. പരീശന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഒരു മറുപടി നൽകിയില്ല. ഉത്തരം ലഭിക്കാത്ത പ്രാർത്ഥനയായി താൻ മടങ്ങുമ്പോൾ ചുങ്കക്കാരൻ്റെ നിർമ്മലമായ പ്രാർത്ഥനയ്ക്കുള്ള മറുപടി പറയുകയാണ്. ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന കഴിഞ്ഞു, അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി എന്നുള്ളതാണ്. ഈ വാക്കുകൾ എന്താണ് നമ്മെ ഓർപ്പിക്കുന്നത്? നമുക്ക് സാഹസം നിറഞ്ഞ പ്രാർത്ഥന, നിർമ്മലമല്ലാത്ത പ്രാർത്ഥന, ജൽപ്പനത്തിൻ്റെ പ്രാർത്ഥന, പിറുപിറുപ്പിൻ്റെ പ്രാർത്ഥന ഒക്കെ കഴിക്കാൻ കഴിയും. എന്നാൽ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാതിരിക്കുമ്പോൾ നിർമ്മലമായ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകുന്നൊരു ദൈവമുണ്ട്. ആ മറുപടിക്ക് വേണ്ടി ഭക്തന്മാർ ദൈവസന്നിധിയിൽ കാത്തിരുന്നതും തിരുവചനത്തിൽ രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം പ്രാർത്ഥിച്ചു എന്നുള്ളതല്ല, നമ്മുടെ പ്രാർത്ഥന നിർമ്മലമായ പ്രാർത്ഥനയായിരിക്കുന്നു എങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകുക തന്നെ ചെയ്യും. ദൈവത്തിൻ്റെ മറുപടിക്ക് വേണ്ടി നിർമ്മലമായൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കേണ്ടതിന് നാം ഓരോരുത്തരും നമ്മെ തന്നെ സമർപ്പിക്കുന്നവരും
ആ തലത്തിലാകുന്നവരുമായി തീരാം. അതിന് ദൈവം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും കൃപ നൽകട്ടെ. കരുണയുള്ള ദൈവമേ, ഞങ്ങൾ വല്ല വിധേനയും പ്രാർത്ഥിച്ചു എന്നല്ല, ഞങ്ങൾ പ്രാർത്ഥിച്ചുവെന്ന് മറ്റുള്ളവരെ കാണിക്കുവാനോ കേൾപ്പിക്കുവാനോ വേണ്ടിയല്ല. ഞങ്ങൾ നിർമ്മലമായി പ്രാർത്ഥിക്കുവാനും ഞങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ട് മറുപടി നൽകപ്പെടുവാനും ഇടയാക്കണമേ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.